ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ ഓരോ ചാപ്റ്റർ വൈസിലായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതും ആ ഓരോ വീഡിയോസിലും നമ്മൾ പറയുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എല്ലാ ചാപ്റ്റേഴ്സിലും എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് റെഗുലേഷനിൽ വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് 2 മാർക്കിന് ഏതൊക്കെയാണ് ചോദിക്കാൻ ചാൻസ്, അതുപോലെ തന്നെ 4 മാർക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ്, എസ്സേ ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒരു ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിൽ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച 2 മാർക്കിനുള്ള ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന്, സ്റ്റേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ കമ്പനിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇവിടെ 2 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ അവിടെ എന്താണ് ഒരു 4 പോയിൻ്റ് എഴുതി വയ്ക്കുക. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. കോമൺ സീലാണ്, കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്, ലിമിറ്റഡ് ലയബിലിറ്റി, പെർപെച്വൽ സാക്സഷൻ, അങ്ങനെ ഒരു 4 പോയിൻറ്റ്സ് നിങ്ങളവിടെ മെൻഷൻ ചെയ്യുക. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പഠിക്കുക. ഡിഫൈൻ ദ കമ്പനീസിൻ്റെ ഏതൊരു ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. പക്ഷേ ഇവിടെ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് 2 മാർക്കിനാണ്. പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് വേണമെങ്കിൽ എന്താണ് അത് 4 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം, 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പോൾ നിങ്ങളത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മെയിനായിട്ട് അതിൻ്റെ ആ പോയിൻറ്റ്സ് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. രണ്ടാമത്തെ ചോദിച്ചത് വാട്ട് ഈസ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. എന്താണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്? ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അത് ആ ഒരു ചാപ്റ്ററിൽ പ്രോസ്പെക്ടസ് എന്നാൽ ഡോക്യുമെൻ്റ് ഓഫ് കമ്പനീസ് എന്നൊരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസിൽ വരുന്നൊരു കാര്യമാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. പക്ഷേ ഇവിടെ 2 മാർക്കിന് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് എന്താണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ചിലപ്പോൾ അത് നിങ്ങൾക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ലീവ് പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ ഷെൽഫ് പ്രോസ്പെക്ടസോ അല്ലെങ്കിൽ റെഡ് ഹെയറിംഗ് പ്രോസ്പെക്ടസോ ഒക്കെ ആവാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് ആണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് എന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ് ഉണ്ട്. ആ ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസിൽ വരുന്നതാണ് അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്. ആ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ലീവ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, ഡീംഡ് പ്രോസ്പെക്ടസ്, അങ്ങനെ കുറേ പ്രോസ്പെക്ടസ് ഉണ്ട്. ആ പ്രോസ്പെക്ടസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം ചിലപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ അബ്രിഡ്ജ്ഡ് പ്രോസ്പെക്ടസ് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്രോസ്പെക്ടസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾ എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് മാത്രം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യരുത്. അതിൻ്റെ അണ്ടറിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളും കൂടി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ചോദിക്കുന്നത് വാട്ട് ഈസ് ഡീമെറ്റീരിയലൈസേഷൻ. ഇവിടെ ഡീമെറ്റീരിയലൈസേഷൻ എന്താണ് ചോദിക്കുന്നത്? ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഡീമെറ്റീരിയലൈസേഷൻ എന്താണെന്നും അതിൻ്റെ പ്രോസസ്സ് എന്താണെന്നും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡീമെറ്റീരിയലൈസേഷൻ എന്താണെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ 2 മാർക്കിലാണെങ്കിൽ എന്താണ് അതിൽ ജസ്റ്റ് മീനിങ് എഴുതി വയ്ക്കുക. പക്ഷേ അത് വേണമെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് പ്രോസോ ഡീമെറ്റീരിയലൈസേഷൻ എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ അഡ്വാൻറ്റേജസോ ഡിസഡ്വാൻറ്റേജസോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ ആ ഒരു ഡീമെറ്റീരിയലൈസേഷൻ ടോപ്പിക്കിൽ വരുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിന് ആ ഒരു ഭാഗത്ത് ഏത് ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ ഡീമെറ്റീരിയലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രമേ എഴുതാം. 4 മാർക്കിന് ഇപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതി വയ്ക്കുക. നെക്സ്റ്റ്, സ്റ്റേറ്റ് എനി 2 റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ ഏതെങ്കിലും 2 റൈറ്റ്സ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ്? ചിലപ്പോൾ എസ്സേ ആയിട്ട് ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ വരും ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റൈറ്റ്സ് ഓഫ് ഡയറക്ടേഴ്സ് ഫുള്ളായിട്ട് പഠിച്ചു വയ്ക്കുക.
ഇവിടെ പക്ഷേ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും 2 ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി. കാരണം അവിടെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ essay ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ റൈറ്റ്സ് ഫുള്ളായിട്ട് പഠിച്ചു വയ്ക്കാം. ദെൻ വാട്ട് ഈസ് ലീൻ ഓൺ ഷെയർ? എന്താണ് ലീൻ ഓൺ ഷെയർ? അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ലീൻ ഓൺ ഷെയർ എന്നുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും, നന്നായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്? സെക്കൻഡ് ചാപ്റ്ററിൽ ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ പ്രൊമോഷൻ എന്ന സ്റ്റേജിൽ നമ്മൾ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ ഡ്യൂട്ടീസാണ് ഒരു പ്രൊമോട്ടേഴ്സിനുള്ളത് എന്നും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഞാൻ പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഇവിടെ എന്താ വാട്ട് ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 4 ഡ്യൂട്ടീസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ 2 മാർക്ക് അതിൽ കിട്ടും. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ നിരവധി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. എന്താണ് ഇക്വിറ്റി ഷെയർ, എന്താണ് പ്രിഫറൻസ് ഷെയർ, അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത് നമുക്ക് അറിയണം എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഷെയർസാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. അപ്പോൾ മെയിനായിട്ട് ആ സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിൽ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് ഡിബെഞ്ചർ? അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ വാട്ട് ഈസ് ബെയറർ ഡിബെഞ്ചർ? എന്താണ് ബെയറർ ഡിബെഞ്ചർ? വാട്ട് ഈസ് ബ്രോക്കറേജ് എന്താണ്? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്താണ് ബ്രോക്കറേജ്, ബെയറർ ഡിബെഞ്ചേഴ്സ്. അപ്പോൾ ഡിബെഞ്ചേഴ്സ് ഈ ഇവിടെ പറയുന്നത് ഇപ്പോൾ വാട്ട് ഈസ് ഡിബെഞ്ചർ എന്ന് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ ആ ഡിബെഞ്ചറിൻ്റെ അണ്ടറിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചറും ഒക്കെ നിങ്ങൾ കവർ ചെയ്ത് വെക്കുക. കാരണം അത് ചിലപ്പോൾ essay ആയിട്ട് നമുക്ക് ചോദിക്കാം. കൈൻഡ്സ് ഓഫ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് essay ആയിട്ട് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ടൈപ്സിൽ വരുന്നതാണ് ഈ ബെയറർ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഉപകാരം കിട്ടിയതാണ്. ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാരണം കൊണ്ട് എന്താണ് അവിടെ എന്താണ് വാട്ട് ഈസ് ബെയറർ ഡിബെഞ്ചർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അതിന് ആൻസർ ചെയ്താൽ പറ്റും. അതുപോലെ തന്നെ എന്താണ് ബ്രോക്കറേജ്? ഇതാണ് മെയിനായിട്ട് 2019 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഇപ്പോൾ നിങ്ങളോട് ഒരു എക്സാമ്പിൾ ഒന്നും കൂടി ഞാൻ പറയാണ്. ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുകയാണെങ്കിൽ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് എന്താണ്, അതിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചേക്കുക. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ ഈ ഡ്യൂട്ടീസിൻ്റെ പകരം ലയബിലിറ്റീസ് ആവാൻ ചോദിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. അതാണ് ചെയ്യേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻസിൽ നിങ്ങളോട് എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഒരു 2-3-4 ഡ്യൂട്ടീസ് മാത്രം എഴുതി വെക്കുക. പക്ഷേ അത് ചിലപ്പോൾ 4 മാർക്കിന് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കേണ്ടി വരും. നെക്സ്റ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. 2019 ചോദിച്ചതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് എ പബ്ലിക് കമ്പനിൻ്റെയും പ്രൈവറ്റ് കമ്പനിയും ഡിഫറൻസ് എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ലോ ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിൽ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. പക്ഷേ 2013 അമെൻമെൻറ്റ് പ്രകാരമാണ് എഴുതേണ്ടത് കേട്ടോ, അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് കുറേ ഡിഫറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നതാ സ്റ്റേറ്റ് ദ ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്. അപ്പോൾ ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ ലയബിലിറ്റീസ് ഓഫ് പ്രൊമോട്ടേഴ്സ് പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. കാരണം എന്താണ് പ്രൊമോട്ടേഴ്സ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ടൈപ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ ആ പ്രൊമോട്ടേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഏത് സംഭവം വന്നാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ദെൻ എക്സ്പ്ലെയിൻ ദ ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ്. ഈ അൾട്രാ വൈറസ്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അതുപോലെ തന്നെ ഇൻഡോർ മാനേജ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുക. കാരണം ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ അൾട്രാ വൈറസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡോർ മാനേജ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ട്രീൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ആയിരിക്കാം. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ ഡോക്ട്രീൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുകയാണെങ്കിൽ അൾട്രാ വൈറസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക, ബിയോണ്ട് ദ പവേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് എക്സെപ്ഷൻസും അതുപോലെ തന്നെ എഫക്റ്റൊക്കെ പഠിച്ചു വയ്ക്കുക.
ദെൻ നെക്സ്റ്റ് ഡിഫറൻറ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് സ്റ്റോക്ക്. ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ട് ആർ ദ കണ്ടൻറ് ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ കണ്ടൻസ് ആണ് ഷെയർ സർട്ടിഫിക്കറ്റിന് ഉള്ളത്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിനാണെങ്കിൽ നിങ്ങൾ എന്താണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് എഴുതുക, അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയെന്നുള്ളതും കൂടി നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അതോടെ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് നമുക്ക് അവിടെ കിട്ടാനും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് മെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ടു ബി കെപ്റ്റ് ബൈ കമ്പനി. അവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, മെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ടു ബി കെപ്റ്റ് ബൈ ദ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഓഫ് ദ കമ്പനി മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ആൻഡ് കെപ്റ്റ് ഓഫ് ദ കമ്പനി രജിസ്റ്റേർഡ് ഓഫീസ് ഓർ ദ ആൾട്ടർനേറ്റീവ് ലൊക്കേഷൻ നോട്ടിഫൈഡ് ടു ദ കമ്പനീസ് ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട ചില പോയിന്റ്സുകളാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്കിൽ, കമ്പനീൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ബുക്കിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് പോയിന്റുകൾ. ഒന്നാമത്തെ ദ രജിസ്റ്റർ ഓഫ് ദ കമ്പനി മെമ്പേഴ്സ്, കമ്പനിയിൽ രജിസ്റ്റർ ചെയ്ത മെമ്പേഴ്സ്, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, റെസിഡൻഷ്യൽ അഡ്രസ്സ്, രജിസ്റ്റർ ഓഫ് സെക്രട്ടറീസ്, അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് ചാർജസ് രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് കമ്പനീസ്, അതുപോലെ മിനിറ്റ്സ് ബുക്ക് ഇൻക്ലൂഡിങ് കോപ്പീസ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, റെസൊല്യൂഷൻസ്, പീപ്പിൾ വിത്ത് സിഗ്നിഫിക്കൻറ്റ് കൺട്രോൾ ഓവർ ദ കമ്പനി. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ എന്താണ് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ബുക്കിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. ദെൻ സ്റ്റേറ്റ് ദ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എ കമ്പനി ലിക്വിഡേറ്റർ. കമ്പനി ലിക്വിഡേറ്റർ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കമ്പനി ലിക്വിഡേറ്ററിനെ കുറിച്ച് അതിൻ്റെ പവേഴ്സ് ഡ്യൂട്ടീസ് കമ്പൽസറി ആണ്, നന്നായിട്ട് പഠിച്ചു വെക്കുക. ദെൻ വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് വൈൻഡിങ് അപ്പ്, വൈൻഡിങ് അപ്പിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കമ്പനി മീറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ കമ്പനി മീറ്റിങ്ങിൽ വരുന്ന അതിൻ്റെ മോഡ്സ് ആണ് ഈ പറയുന്ന വൈൻഡിങ് അപ്പും, അതുപോലെ തന്നെ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസിൻ്റെ മോഡ്സിൽ വരുന്ന കുറേ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ കോൺസിക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വൈൻഡിങ് അപ്പിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നോക്കുക. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഷോർട്ട് എസ്സേയിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ ചോദിച്ചിരിക്കുന്നത് ഒന്ന് എന്താണ് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നതാണ് ഏതൊക്കെ നമ്മുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ലാബിലിറ്റീസ്. തേർഡ് ചാപ്റ്ററിൽ ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈറസ് തേർഡ് ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഓഫ് ദ കമ്പനിയിൽ ചോദിച്ചാണ് ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈറസ്. പിന്നെ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ ചോദിച്ചത് ഷെയർസും സ്റ്റോക്കും തമ്മിൽ ഡിഫറൻറ്റ്, അപ്പോൾ ഷെയർ സർട്ടിഫിക്കറ്റിൻ്റെ കണ്ടൻറ്റ്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ബുക്ക് ടു ബി കെപ്റ്റ് ബൈ ദ കമ്പനീസ് അത് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതാണ് മെയിനായിട്ട്. കാരണം 3 ക്വസ്റ്റ്യൻസോടെ നമ്മുടെ ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ഫോർമേഷൻ ഓഫ് കമ്പനിയിൽ ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഡോക്യുമെൻ്റ് ഓഫ് കമ്പനിയിൽ ചോദിച്ചിട്ടുണ്ട്, ദെൻ ഒരു ക്വസ്റ്റ്യൻ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനീസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ പിന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മുടെ കമ്പനി ലിക്വിഡേറ്റർ എന്ന് വെച്ചാൽ വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനിയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് കമ്പനി ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടീസും അതുപോലെ തന്നെ കോൺസിക്വൻസ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് കമ്പനീസും. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് നോക്കി വെക്കേണ്ട കുറച്ച് പോയിന്റുകളാണ്. നെക്സ്റ്റ് ലോങ് എസ്സേ 2019 ചോദിച്ച ലോങ് എസ്സേ ആണ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഫുള്ളായിട്ട് പഠിക്കുക. കാരണം അതിൽ ഒന്നില്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി ഇതുപോലെ എസ്സേ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൺ ദ ബേസ് ഓഫ് ഏതെങ്കിലും അണ്ടറിൽ വെച്ച് ലിമിറ്റഡ് ലയബിലിറ്റിന്നോ അല്ലെങ്കിൽ ഓൺ ദ ബേസ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ എന്താണ് ആ അണ്ടറിലുള്ള കമ്പനീസുകളുടെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ചിലപ്പം ഡിഫൈൻ ചെയ്യാനുണ്ടാവും. അല്ലെങ്കിൽ 2 മാർക്കിന് ഇഷ്ടംപോലെ കമ്പനീസിൽ ഏതെങ്കിലും കമ്പനികളുടെ 2 മാർക്കിന് വാട്ട് ഈസ് അസോസിയേറ്റഡ് കമ്പനിന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രൈവറ്റ് കമ്പനിന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് പബ്ലിക് കമ്പനിന്നോ അല്ലെങ്കിൽ വാട്ട് ഈസ് രജിസ്റ്റേർഡ് കമ്പനി എന്നൊക്കെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി നിങ്ങൾ കമ്പൽസറി ആയിട്ട് പഠിച്ചു വെക്കുക. അത് ഏത് രീതിയിൽ നമുക്ക്
ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ റോൾ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ എ കമ്പനി. കമ്പനിയിലെ ഡയറക്ടേഴ്സിൻ്റെ റോള് എന്തൊക്കെയാണ്, അവരുടെ കമ്പനിയുടെ ഡയറക്ടേഴ്സിൻ്റെ റോള് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 5th ചാപ്റ്ററിൽ പറയുന്നുണ്ട്. മാനേജ്മെൻറ്റ് ബൈ കമ്പനീസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കമ്പനീസിൻ്റെ റോള് എന്തൊക്കെയാണ് എന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡും ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത്, ബ്രീഫ്ലി സ്റ്റേറ്റ് ദ കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമുക്കറിയുന്ന ഡിബഞ്ചേഴ്സാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എന്നൊരു ചാപ്റ്ററിലാണ് അത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 മാർക്കിന് ചോദിച്ചിരുന്നു വാട്ട് ഈസ് ഡിബഞ്ചർ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഡിബഞ്ചറിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും പഠിക്കുക. അപ്പോൾ എന്താണ് ഇവിടെ വന്നില്ല, ഇപ്പോൾ ലോങ് എസ്സേ ആണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഷോർട്ട് എസ്സേ ആവാം, അല്ലെങ്കിൽ ലോങ് എസ്സേ ആവാം. അപ്പോൾ അത്രയും അങ്ങനെ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അല്ലാതെ നിങ്ങളോട് എന്താ ചോദിക്കുന്നത് മാത്രം നിങ്ങൾ പഠിക്കില്ല, അതിൻ്റെ അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2018 ചോദിച്ച ചില ക്വസ്റ്റ്യൻസുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2018 ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഏതൊക്കെ? അസോസിയേറ്റ് കമ്പനി എന്താണ്, പ്രൈവറ്റ് കമ്പനി എന്താണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനി നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഈ പറയുന്ന അസോസിയേറ്റ് കമ്പനീസ് എന്താണെന്നും പ്രൈവറ്റ് കമ്പനി എന്താണെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം അതിൽ നമ്മൾ വരുന്ന സംഭവങ്ങളാണ് അസോസിയേറ്റ് കമ്പനി, അതുപോലെ പ്രൈവറ്റ് കമ്പനി എന്നുള്ളതൊക്കെ. ദെൻ നെക്സ്റ്റ്, ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. കഴിഞ്ഞ വീഡിയോസിൽ ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈറസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈറസ് വന്നതെങ്കിൽ 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരുന്നു? ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. പിന്നെ എന്താണ് ബുക്ക് ബിൽഡിങ്? 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ബുക്ക് ബിൽഡിംഗ് എന്താണ്? അപ്പോൾ ബുക്ക് ബിൽഡിംഗ് എന്താണെന്ന് നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ആ ബുക്ക് ബിൽഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന അതിൻ്റെ സ്റ്റേജസ്, പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെർമിനേഷൻ ഓഫ് ഷെയർസ് ആണ് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അത് നന്നായി നോക്കി വയ്ക്കുക. 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. എന്താണ് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്? അപ്പോൾ ഇവിടെ മീറ്റിങ്ങിൻ്റെ കമ്പനി മീറ്റിംഗ് എന്നൊരു ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ കമ്പനി മീറ്റിംഗ് എന്നൊരു ചാപ്റ്ററിന് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് മാത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 2 മാർക്കിന് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്താണെന്ന് എഴുതി വെക്കുക. പക്ഷേ അത് നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുകയാണെങ്കിൽ ആ കമ്പനീൻ്റെ ക്ലാസിഫിക്കേഷൻ മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആണെങ്കിലും ഇപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ് എന്നുള്ളതെങ്കിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ആ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കമ്പനി മീറ്റിംഗ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ ഏത് ക്വസ്റ്റ്യനാണ് 2 മാർക്കിന് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനും സാധിക്കും ചെയ്യും. നെക്സ്റ്റ്, സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നതാണ്. സ്പെഷ്യൽ റെസൊല്യൂഷന്, ഓർഡിനറി റെസൊല്യൂഷൻസ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കമ്പനി മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതും നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ് റെസൊല്യൂഷൻ എന്നുള്ളതും കൂടി നന്നായിട്ട് നോക്കുക. പിന്നെ സെക്യൂരിറ്റി ഷെയർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്യൂരിറ്റി ഷെയർ 2 മാർക്കിനാണ് കഴിഞ്ഞതിലും ചോദിച്ചത്. പക്ഷേ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളും കൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, അൾട്രാ വൈറസ്. കഴിഞ്ഞ ഇതിൽ ഡോക്ട്രൈൻ ഓഫ് അൾട്രാ വൈറസ് എന്താ എന്നുള്ളത് നിങ്ങളോട് എക്സ്പ്ലെയിൻ ദ 4 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 2 മാർക്കിനാണ് അൾട്രാ വൈറസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അൾട്രാ വൈറസ് എന്താണെന്ന് നമുക്കറിയുന്നതാണ്. ബിയോണ്ട് ദ പവേഴ്സ് എന്നാണ് നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ്, വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ഇൻഫ്ലുവൻസ് ഫോർ ട്രീറ്റിംഗ് ആൻഡ് അസോസിയേറ്റ് കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസോസിയേറ്റ് കമ്പനി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ 2 മാർക്കിന് ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് അസോസിയേറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനി എന്താണ്, അതുപോലെ തന്നെ അസോസിയേറ്റ് കമ്പനിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ചോദിച്ചത് സെക്കൻഡ് ചാപ്റ്ററിന് നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും ചോദിച്ചിട്ടില്ല. തേർഡ് ചാപ്റ്ററിൽ ചോദിച്ചത് ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണ്, ബുക്ക് ബിൽഡിംഗ് എന്താണ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ്, സെക്യൂരിറ്റി ഷെയർ എന്താണ്. അപ്പോൾ ഇത്രത്തോളം 4 ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ഈ പറയുന്ന 3 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഈ പറയുന്ന ഏതിൽ ചോദിച്ചിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റലിൻ്റെ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി
ഇനി ചോദിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററായ നമ്മുടെ ഡോക്യുമെൻ്റ് ഓഫ് കമ്പനിയിൽ നിന്ന് ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്താണെന്നുള്ളത് മാത്രമാണ് ചോദിച്ചത്. അതുപോലെ തന്നെ അൾട്രാ വൈറസ് അതാണ് മെയിനായിട്ട് ചോദിച്ചത്. അപ്പോൾ അതിന് അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് ആണ് നമുക്ക് അറിയുന്നതാണ്, കമ്പനീൻ്റെ മീറ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നതാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾ വീഡിയോ കാണുന്ന താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തത് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് 2017 ചോദിച്ചാണ്. വാട്ട് ആർ ദ സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് കമ്പനി മേ ബി വാണ്ട് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ? എന്തൊക്കെ സർക്കംസ്റ്റൻസുകളാണ് നമ്മുടെ ഈ ഒരു കമ്പനിക്ക് ഉള്ളത്, അല്ലെങ്കിൽ കമ്പനി ട്രിബ്യൂണലുമായിട്ട് നേരിടേണ്ട എന്തൊക്കെ സർക്കംസ്റ്റൻസുകളാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തൊക്കെ സർക്കംസ്റ്റൻസുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്താണ്? എ കമ്പനി മേ ഓൺ എ പെറ്റീഷൻ അണ്ടർ സെക്ഷൻ 272 ഹി വുഡ് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ. ഒന്നാമത്തത് അതിൻ്റെ അണ്ടറിൽ വരുന്ന ഇഫ് ദ കമ്പനി ഈസ് അണേബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്. അതിൻ്റെ സെക്കൻഡ് പോയിൻ്റ് ആണ് ഇഫ് ദ കമ്പനി ഹാസ് ബൈ സ്പെഷ്യൽ റെസൊല്യൂഷൻ റിസോൾവ്ഡ് ദാറ്റ് ദ കമ്പനി ബി വാണ്ട് അപ്പ് ബൈ ദ tribunal if the company that acted against the interest of the sovereignty and the integrity of the India. അത്രത്തോളം പോയിൻറ്റ്സുകളൊക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ധാരാളം പോയിൻറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്യുക. ദെൻ വെൻ എൻ അലോട്ട്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്താണ്? ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 3rd ചാപ്റ്ററിൽ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ് എന്ന് വെച്ചാൽ കമ്പനിയുടെ സെക്കൻഡ് ഡോക്യുമെൻ്റ് ആണ്, നമുക്ക് അറിയുന്നതാണ്, കമ്പനിയുടെ ഡോക്യുമെൻറ്റിൽ വരുന്നതാണ്. വാട്ട് ആർ ദ പ്രൊവിഷൻസ് ഓഫ് ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ? എന്തൊക്കെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ആൾട്ടറേഷൻ്റെ കേസിൽ വരുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ എങ്ങനെ പഠിക്കണം? എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ആൾട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അണ്ടറിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് ദ കോർപ്പറേറ്റ് വെയിൽ ഈസ് ലിഫ്റ്റഡ്. എന്ന് വെച്ചാൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാൻ ചില സർക്കംസ്റ്റൻസുകളുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? സെപ്പറേറ്റഡ് ആക്കുക എന്ന് വെച്ചാൽ കമ്പനിയുടെ ലീഗലായുള്ള എക്സിസ്റ്റൻസ് ഒക്കെ എന്താണ്? കോർപ്പറേറ്റ് വെയിൽ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സർക്കംസ്റ്റൻസുകൾ എന്ന് പറയുകയാണെങ്കിൽ 2 തരത്തിൽ നമ്മൾ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് വെയിലിൻ്റെ സർക്കംസ്റ്റൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഒന്ന് പോയിൻ്റ് ഔട്ട് ആയിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് എനിമി, ക്യാരക്ടർ ഓഫ് ദ കമ്പനി, പിന്നെ പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക് പോളിസി, കമ്പനി മോർ ദാൻ ഓർ ക്ലോക്ക്, അതുപോലെ തന്നെ വേറെ കമ്പനി ആക്ട് ഈസ് ആൻ ഏജൻറ്റ് ഓഫ് ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്, അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻസ്, പിന്നെ ടു പണിഷ് ദ ഫോർ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് കമ്പനിയുടെ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിൻ്റെ സർക്കംസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ ഓരോ ടെക്സ്റ്റിലും ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഏതായാലും പ്രശ്നമില്ല. ദെൻ വാട്ട് ഈസ് റെസൊല്യൂഷൻ? എന്താണ് റെസൊല്യൂഷൻ? അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ്, ഓർഡിനറി റെസൊല്യൂഷൻസ്, അതുപോലെ തന്നെ സ്പെഷ്യൽ റെസൊല്യൂഷൻസ് ആണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഈ റെസൊല്യൂഷൻ എന്നൊരു ചാപ്റ്ററിൽ എന്ന് വെച്ചാൽ റെസൊല്യൂഷൻ എന്നൊരു ടോപ്പിക്കിൽ ആ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് വെക്കുക. അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അത് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വാട്ട് ആർ ദ പ്രൊവിഷൻസ് റിഗാർഡിംഗ് ദ ട്രാൻസ്ഫർ ഷെയർസ്? എന്ന് വെച്ചാൽ അതിനൊരു ഷെയർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റേതായുള്ള ചില പ്രൊവിഷൻസുകളുണ്ട്, എന്ന് വെച്ചാൽ വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ എന്തെല്ലാം എന്നാണ് ചോദിക്കുന്നത്. അതും നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സാറ്റ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സാറ്റിൻ്റെ പവേഴ്സ് എന്താണ്? വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സാറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സാറ്റ് എന്ന് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റീസ് അപ്പലേറ്റ്സ് ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. 4 പോയിൻറ്റ്സ് ആയിട്ടേ ഉള്ളൂ. ഐ തിങ്ക് 4 പോയിൻറ്റ്സ് 5 പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നുള്ളൂ. ആ പോയിൻറ്റ്സൊക്കെ നന്നായിട്ട് പഠിച്ച് വെക്കുക. സാറ്റ് എന്താണ് 2 മാർക്കിനും ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സ് നമുക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുമാണ്.
നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് 2017 ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് പ്രോസ്പെക്ടസ്, എന്താണ് പ്രോസ്പെക്ടസ്, അതിൻ്റെ വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ്. അപ്പോൾ പ്രോസ്പെക്ടസ് എന്താണ്, വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. എന്ന് വെച്ചാൽ പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ്, ഇൻഫർമേഷൻ്റെ കേസിലും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിൻ്റെ കേസിലും അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ടസ് നമ്മൾ പബ്ലിക് ഇൻവൈറ്റ് ചെയ്യേണ്ട കേസിലും ഒക്കെ എന്താണ്, അവിടെ എന്തൊക്കെ കണ്ടൻസുകളാണ് നമ്മൾക്ക് വരുന്നത്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും 3rd ചാപ്റ്ററിലാണ്, ഡോക്യുമെൻ്റ് ഓഫ് ദ കമ്പനീസിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ഓഫ് കമ്പനീസ് നിങ്ങൾ ഒരിക്കലും വിടേണ്ട, അതിലുള്ള എല്ലാ ടോപ്പിക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക് എല്ലാം പഠിക്കുക. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള അതിൻ്റെ കണ്ടൻറ്റ്, ആൾട്രേഷൻസ്, പ്രോസ്പെക്ടസ് എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ്, ദെൻ സിവിൽ ലാബിലിറ്റി, ക്രിമിനൽ ലാബിലിറ്റി, ദെൻ വാട്ട് ആർ ദ കണ്ടൻസ് ഓഫ് ദ പ്രോസ്പെക്ടസ് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കാരണം അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എസ്സേ വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ഇതിൽ നമുക്ക് വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം ചിലപ്പം വേണമെങ്കിൽ നമുക്ക് എന്താണ് അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻറ്റ് ആയിരിക്കാം, എസ് അങ്ങനെ പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കമ്പനീസ്. 2nd ചാപ്റ്ററിൽ പറഞ്ഞ എല്ലാ സ്റ്റേജസും 4 സ്റ്റേജസ് ഉണ്ട്. ആ 4 സ്റ്റേജസും ഡീപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു എക്സ്പ്ലെയിൻ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമോഷനാണ് ഫസ്റ്റ് സ്റ്റേജ്. ഇപ്പോൾ പ്രമോഷൻ എന്താണ് എഴുതുക, അതിൻ്റെ ഫങ്ഷൻസ് എഴുതുക, ദെൻ അതിൻ്റെ ഡ്യൂട്ടീസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. ദെൻ 2ാമത്തെ സ്റ്റേജ് എന്തായിരുന്നു, ഇൻകോർപ്പറേഷൻ. അപ്പോൾ ഇൻകോർപ്പറേഷൻ എന്താണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എഴുതുക. ദെൻ പിന്നത്തെ സ്റ്റേജ് റൈസിങ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റൽ എന്താണ്, അപ്പോൾ ക്യാപിറ്റലിൽ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ എങ്ങനെയാണ് റൈസ് ചെയ്തത്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എങ്ങനെയാണ് റൈസ് ചെയ്യുന്നത്, അത് എഴുതുക. പിന്നെ ലാസ്റ്റത്തെ ആണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. അപ്പോൾ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് അതിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഹൗ ഡയറക്ടേഴ്സ് ആർ അപ്പോയിൻറ്റഡ്, എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എഴുതേണ്ട ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഡയറക്ടർ എന്ന് എഴുതുക, എന്താണ് ഡയറക്ടർ എന്നുള്ള എഴുതുക. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണ് എഴുതുക. പിന്നെ ഡയറക്ടേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന അവരുടെ റൈറ്റ്സ്, റോള്, ഡ്യൂട്ടീസ്, പവേഴ്സ് ഒക്കെ കണ്ട് എഴുതുക. അപ്പോൾ അതാണ് അവൻ്റെ മെയിനായിട്ട് അവിടെ പറയുന്നത്. കാരണം ഹൗ ഡയറക്ടേഴ്സ് ആർ അപ്പോയിൻറ്റഡ് എന്നാണ്, എങ്ങനെയാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. അപ്പം അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ് എന്താണെന്ന് എഴുതുക. പിന്നെ ഒരു ഡയറക്ടേഴ്സിൻ്റെ എല്ലാ വായിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരിക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ പറയുന്നത് ഇപ്പോൾ ഈ ഒരു എസ്സേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡോക്യുമെൻ്റ് ഓഫ് കമ്പനിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഫോർമേഷൻ ഓഫ് കമ്പനി എന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബൈ കമ്പനിയിൽ നിന്നും ഒരു എസ്സേ ചോദിച്ചു. ഷോർട്ട് എസ്സേ ചോദിച്ചത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ മറന്നു. ഷോർട്ട് എസ്സേ ചോദിച്ചത് ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന് അഥവാ ഇൻട്രൊഡക്ഷൻ ഓഫ് കമ്പനിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻ്റ് ഓഫ് കമ്പനീസിന് ഇപ്പോൾ നമ്മുടെ എസ്സേ ആയിട്ടൊരു ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഷെയർ ക്യാപിറ്റലിനാണ് ഒരുവിധം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എന്താണ് അലോട്ട്മെൻറ്റ്, ഇറഗുലർ അലോട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ കൺസിഡറേഷൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഷെയർസിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സാറ്റ് എന്താണ്, സാറ്റിൻ്റെ പവേഴ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിരിക്കുന്നത് കമ്പനീസ് മീറ്റിങ്ങിനാണ്. കമ്പനീസ് മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ റെസൊല്യൂഷൻസും അതുപോലെ തന്നെ വൈൻഡിങ് അപ്പിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് എന്താണ് സർക്കംസ്റ്റൻസ്, എന്തൊക്കെ സർക്കംസ്റ്റൻസ് ആണ് ഒരു വാണ്ട് അപ്പ് ബൈ ദ ട്രിബ്യൂണൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കംസ്റ്റൻസ് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത് നന്നായിട്ട് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ 2019-18 വർഷങ്ങളിൽ ബി കോമിലേക്ക് 4th സെമസ്റ്റർ ബി കോമിൽ മെയിനായിട്ട് ചോദിച്ച ഷോർട്ട് എസ്സേകളും അപ്പോൾ ലോങ് എസ്സേകളും കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ പഠിക്കേണ്ട രീതി പറയുകയാണെങ്കിൽ ഇതാണ്. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്യുമെൻ്റ് ഓഫ് കമ്പനി നന്നായിട്ട് പഠിക്കുക, എല്ലാ കമ്പനീസിൻ്റെ ഡോക്യുമെൻറ്റ്സ് നന്നായി പഠിക്കുക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് പഠിക്കുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള അണ്ടറിൽ വരുന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക. കാരണം അത് ഏത് രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചിരുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ താഴെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.